നീ എന്തിനു കുളിക്കണം? ഹഹ, നിന്റെ കയ്യിൽ നല്ല മണമുള്ള പൗഡർ ഇല്ലേ? ഇങ്ങെടുക്ക്. ആഹാ, ഇവിടെ എന്താ നടന്നത്? അറിയില്ലടാ. ഞാൻ ആ തോണിയുടെ മേത്ത് കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തപ്പോൾ അവൻ ആന്നും പറഞ്ഞങ്ങ് പോയിക്ക്. ആന്നും പറഞ്ഞിട്ടാ ഇതൊന്നും സംഭവം. അവന് പെരാന്തായ? ചിലപ്പോൾ അവൻ ഈ പൗഡർ അലർജി ആയിരിക്കുമോ? അലർജിയുള്ള അവൻ പിന്നെ പൗഡറും കൊണ്ട് നടക്കുമോ? അതന്നെ, അവൻ ഇടാൻ വേണ്ടിയിട്ടല്ല അവൻ പൗഡറും കൊണ്ട് നടക്കുന്നത്. പിന്നെന്താ സംഭവം? അയ്യോ പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഏതോ ഒരു പെണ്ണുങ്ങൾക്ക് അവൻ എന്തോ ഒന്ന് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ആ പെണ്ണുങ്ങൾ നിങ്ങൾ തന്നെയാ വെച്ചത്. ചവിട്ടോ കുത്തോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എനിക്കാ? അല്ല പിന്നെ നിങ്ങളല്ല ഓന്റെ മേത്ത് പൗഡർ ഇട്ട് കൊടുത്തത്. എന്നെ ഒന്ന് രക്ഷിക്കടാ. നിങ്ങൾ എന്ത് രക്ഷിക്കാനാ? നിങ്ങൾ ആദ്യം പോയിട്ട് ഓനൊന്ന് രക്ഷിക്കേ. ആരെങ്കിലും എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. എന്റെ അല്ലോ, ഈ പൗഡറിന്റെ ഉള്ളിൽ എന്തെങ്കിലും കുട്ടിപ്പിശാചാറ്റുണ്ടേനാ? ആ തോണിക്ക് ഇപ്പോൾ പെരാന്ത് മൂത്തിട്ട് നമ്മളെല്ലാം കൊല്ലൂന്നാ തോന്നുന്നത്. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യടാ. എന്നാ പ്രശ്നം? ആ ടോണിക്ക് എന്നാ പറ്റിയത്? അത് സാർ, അവൻ ഈ പൗഡർ ഇട്ടപ്പോൾ എന്തോ അലർജി ആറ്റമായതാ. പൗഡർ ഇട്ടപ്പോഴോ? ആ, ഈ പൗഡർ ഇട്ടപ്പോ. ഇതേതാ പൗഡർ? അതാ കുപ്പിയിലത്തെ പൗഡർ തന്നെ. അതല്ല, ഇതേത് കമ്പനിയാന്നാ ചോദിച്ചത്. ഈ കുപ്പിയുടെ മേലൊരു പേരുമില്ലല്ലോ. എന്തായാലും ഇതൊരു സാധാരണ പൗഡർ അല്ല. ഇതെവിടുന്നായിരിക്കും കിട്ടിയത്? അതോ എന്റെ കൈമന്ന് തന്നെ. ഇങ്ങക്ക് കിട്ടിയ കാര്യമല്ല ഞാൻ ചോദിച്ചത്. അവൻ ഇതെവിടുന്ന് കിട്ടിയെന്നാ? അതറിയില്ല സാർ. അത് അവനോട് ചോദിച്ചാൽ പോരെ? അവനോട് ചോദിച്ചറിയണം. അതിന് ആദ്യം അവന്റെ ചൊറിച്ചിലൊന്ന് നിൽക്കട്ടെ. അനൂപ് സാർ, ഒന്ന് വേഗം വാ. ആ ടോണിയുടെ ചൊറിച്ചിൽ നിന്നിട്ടില്ല. അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അവനിപ്പോൾ എവിടെയുണ്ട്? അപ്പുറത്തെ റൂമിലുണ്ട്. അവൻ ചൊറിഞ്ഞു ചൊറിഞ്ഞ് ദേഹം മുഴുവനെ ചുവന്ന് പൊന്തിയിട്ടുണ്ട്. എന്നാൽ ഈ പൗഡർ മറ്റു കുട്ടികൾ കാണാതെ എവിടെയെങ്കിലും എടുത്തു വെക്കണം. ഇനിയും ഇതിനെ കൊണ്ടൊരു അപകടമുണ്ടാകരുത്. നീ കുട്ടികളെ നോക്കി ഇവിടെ നിൽക്ക്. ഞാൻ ഹോസ്പിറ്റലിൽ പോകാം. വേഗം. എന്നാൽ നീ ഇതെവിടെയെങ്കിലും മാറ്റിവെക്ക്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. പാവം ടോണി, ചൊറിഞ്ഞു ചൊറിഞ്ഞ് അവൻ തളർന്നു പോയിട്ടുണ്ടാകും. അങ്ങനെ ചൊറിഞ്ഞാലൊന്നും തളർന്നു പോകില്ല. അതെന്താ? ഞാൻ ദിവസം ചൊറിയുന്നല്ലേ, എന്നിട്ട് ഞാൻ തളർന്നു പോയിക്കില്ലല്ലോ. എന്ത് ചൊറിയുന്നെന്ന്? എന്റെ തല തന്നെ പേൻ കടിച്ചിട്ട് ഞാൻ ദിവസം ചൊറിയൂ. ഇങ്ങനെ പേൻ കടിച്ചിട്ട് ചൊറിയുമ്പോഴത്തെ ചൊറിയല്ലാതെ ദേഹം മുഴുവൻ ചൊറിയുന്നതാ. ഓന്റെ മേത്ത് പൗഡർ ഇടാൻ ചെയ്തിട്ട് ഇവിടുന്ന് പ്രസംഗിക്കുന്നു. നിങ്ങളെന്താ ഇങ്ങനെ പോയത്? നിങ്ങൾ ആ തോണിന്ന് വിളിച്ചേരേ എനിക്ക് തോന്നിക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു പണി ഉണ്ടാക്കൂന്ന്. അതിന് തോണിക്കെന്നാ പണി കിട്ടിയത്? വേറെ എന്ത് പണി കിട്ടാൻ? തോണി മറിഞ്ഞു എന്ന് പറയും പോലെ ഇപ്പോൾ ടോണി ചൊറിഞ്ഞു എന്ന് പറയാം. നിങ്ങൾ കാരണം ഓനിപ്പോൾ ചൊറിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നത്. ആഹാ, ഞാൻ കാരണമല്ല, നീ കാരണമാ. നീ എന്തിനാ ഇപ്പോൾ ആരും കുളിക്കണ്ട, ഭയങ്കര തണുപ്പാ വെള്ളത്തിന് എന്നൊക്കെ പറയാൻ പറഞ്ഞത്? അതുകൊണ്ടല്ലേ ഞാൻ അവന്റെ നാറ്റം പോകുവാൻ വേണ്ടി പൗഡർ ഇട്ടിട്ട് കുട്ടപ്പനാക്കിയത്. എന്നിട്ട് ആ കുട്ടപ്പനി ഇപ്പോൾ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് പൊന്തി വന്നിട്ട് മുട്ടപ്പനായിക്ക്. നിങ്ങളുടെ പൗഡർ ഇടാൻ പറഞ്ഞത്? പൗഡർ ആയാൽ ഇങ്ങനെ ഇടുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇടുകയൊക്കെ ചെയ്താൽ ഇങ്ങനെ ചൊറിയുകയൊക്കെ ചെയ്യും. നിങ്ങളൊന്ന് അടി നിർത്തുമോ? അതിന് ഞങ്ങൾ അടിച്ചിനാ. അതന്നെ, ഞങ്ങൾ അടിച്ചിനാ. ഇവരൊന്നായ നീ എന്തിനാ വെറുതെ ഇല്ലാത്തതുണ്ടാക്കി പറയുന്നത്? അത് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളൊന്ന് വഴക്ക് നിർത്തുമോ എന്നാ. ഇനി അങ്ങനെ പറഞ്ഞ അടികൂടാത്ത ഞങ്ങൾ അടികൂടിക്കുന്ന കളവ് പറഞ്ഞ് തെറ്റിക്കാൻ നോക്കുന്നവന് ഓൻ്റോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. നീ വാടാ സുലൈമാനെ. നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് എന്റെ പേര് സുലൈമാനി എന്നല്ല സൽമാനി എന്നാണെന്ന്. വലിയ ദുൽഖർ സൽമാൻ എന്നോ എന്റെ വിചാരം. ദുൽഖർ സൽമാൻ അല്ലെങ്കിലോ അതുപോലത്തെ പേര് കിട്ടിക്കല്ല എനിക്ക് സൽമാൻ എന്നുള്ള. നിങ്ങളെ പേരെന്തെന്നാ? എന്റെ പേര് വെറൈറ്റി പേര് തന്നെയാ, കുഞ്ഞാമി. ഒരു കുഞ്ഞാമി വന്നിക്ക് കോളാമ്പി പോലെ ഉണ്ട്. എന്താടാ ആരോ ബെല്ലടിച്ചിക്ക്? ആരോ ബെല്ലടിച്ചിക്കെന്ന്. നീ വിട്ടുകൊടുക്കണ്ടടാ, നീയും തിരിച്ചടിച്ചോ? നിന്റെ ആന്റി നല്ല ഉറക്കിലാ ഉള്ളത്. എന്നാൽ നമുക്ക് പോയി കതക് തുറക്കാം.
ചൊറിച്ചൽ മാറിയോ? മാറി. നിന്റെ ഏന്റി എവിടെ പോയി? ദാ അവിടെ ഉറങ്ങുന്നേ. എന്റെ ഉറക്ക് കളഞ്ഞിട്ട് നിങ്ങൾ ഉറങ്ങുന്നല്ലേ? ഉറങ്ങിക്കോ ഉറങ്ങിക്കോ, നിങ്ങൾക്ക് ഞാനൊരു പണി തരുന്നുണ്ട്. നീ കിടക്കടാ. ഞാൻ കിടക്കയാ? നീ കിടക്കയാണെന്നല്ല അവൻ പറഞ്ഞത്, നിന്റോട് കിടക്കാൻ പറഞ്ഞതാ. ആ, ഞാൻ എവിടെയാ കിടക്കേണ്ടത്? നീയും സൽമാനും ഒരുമിച്ച് കിടന്നോ, ഞാൻ ഏന്റിയുടെ കൂടെ കിടക്കും. നിങ്ങളെ പണിയൊന്നും കഴിഞ്ഞില്ലേ? എന്റെ പണിയെല്ലാം കഴിഞ്ഞ്. ഇക്രു, സൽമാനെ വേഗം വാ, സമയം കുറേയായി. ആ മിസ്, ഒരു 2 മിനിറ്റ്. ഓ, നിങ്ങളെന്നിങ്ങനെ കളിക്കുന്നത്? ഇക്രു, വെറുതെ സമയം കളയല്ല. നിനക്കെന്ന് എത്ര പണി? ഏന്റി ഉറങ്ങി എഴുന്നേറ്റിൽ പിന്നെ ഫ്രഷ് ആകണ്ടേ? അല്ല, ഏന്റി ബ്രഷ് ചെയ്തതാണോ? ആ, എന്റെ പല്ല് തേക്കലെല്ലാം കഴിഞ്ഞ്. അതെവിടുന്ന ഏന്റിക്ക് ബ്രഷ് കിട്ടിയത്? അതാ ടേബിളിൽ നിന്ന് തന്നെ. ടേബിൾ വന്നോ? അതിന് ഏന്റിന്റെ ബ്രഷ് ടേബിൾ മേലല്ലാൽ ഉള്ളത്. ടേബിൾ മേലല്ലാന്നാ? അപ്പോൾ ടേബിൾ മേലുള്ള ബ്രഷ് ആരതാ? ടേബിൾ മേലുള്ള ബ്രഷ് എന്റതാ. ഈ ബ്രഷ് കൊണ്ടാണോ നിങ്ങൾ പല്ല് തേച്ചത്? ആ പച്ച ബ്രഷ് കൊണ്ടെന്നെ. അതിനിത് പച്ച ബ്രഷാ? ഇതെന്റെ നീല ബ്രഷ് അല്ലേ? അപ്പോൾ നിന്റെ ബ്രഷിനെ കൊണ്ടാ ഞാൻ പല്ല് തേച്ചത്? എന്റെ ബ്രഷിനെ കൊണ്ടാ നിങ്ങൾ പല്ല് തേച്ചത്? നിങ്ങളോടാരാ എന്റെ ബ്രഷിനെ കൊണ്ട് പല്ല് തേക്കാൻ പറഞ്ഞത്? നിന്റോടാരാ എന്റെ ബ്രഷിനെ പോലത്തെ പച്ച ബ്രഷ് എടുക്കാൻ പറഞ്ഞത്? അതിനിത് പച്ച ബ്രഷാ, നീല ബ്രഷ് അല്ലേ? എന്റെ വായ് വൃത്തികേടായി. ഇതിലും നല്ലതാ ക്ലോസറ്റ് തേച്ചെന്ന ബ്രഷിനെ കൊണ്ട് തേക്കുന്നതേനു. നിങ്ങൾ എന്നെ അങ്ങ് പിടിച്ചോ. എനിക്ക് വേണ്ട ബ്രഷ്. പിന്നെ എനിക്കാ വേണ്ടത്. നിങ്ങൾ പല്ല് തേച്ച ബ്രഷിനെ കൊണ്ട് ഞാൻ പല്ല് തേച്ചെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഛർദിക്കാൻ മുട്ടുന്നുണ്ട്. എന്നാ പോയി ഛർദിക്ക്. എന്റെ വായി കെട്ട് നാറിയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. എനിക്ക് പെരാന്ത് കെട്ടുന്നുണ്ട്. ഇനി ഞാൻ എന്നാ ചെയ്യാ? നിങ്ങൾ ഇപ്പോൾ പല്ല് തേച്ചതാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ലേനു. ഇത് ഞാൻ എഴുന്നേക്കും മുന്നേ എഴുന്നേറ്റ് എന്റെ ബ്രഷ് എടുത്തിട്ട് പല്ല് തേക്കുകയും ചെയ്തിട്ട് അവിടെ വെച്ചിക്ക്. എന്നിട്ട് ഞാൻ ആ ബ്രഷ് എടുത്തിട്ട് പോയിട്ട് പല്ല് തേച്ച്. ഒന്ന് നിർത്തുമോ? നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് സമയം കളയല്ല. മറ്റു കുട്ടികളും അനൂപ് സാറും ഉണ്ട് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നേ. നമ്മളിപ്പോൾ ഷോപ്പിങ്ങിന് പോകും. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ബ്രഷ് വാങ്ങാം. ഹായ്, ഷോപ്പിങ്ങിന് പോകുമോ? പോകും. നിങ്ങൾക്ക് ആവശ്യമുള്ള കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ വാങ്ങാം. ഇനി എന്റെ പോലത്തെ പച്ച ബ്രഷ് വാങ്ങണ്ട കേട്ടാ. ആദ്യം പോയി കളർ പഠിക്ക്. പച്ച ഏതാ, നീല ഏതാ, മഞ്ഞ ഏതാണെന്ന്. എന്റെ നീല ബ്രഷ് എടുത്തിട്ട് പച്ച ബ്രഷാണെന്ന് പറഞ്ഞ് തേക്കുകയും ചെയ്തിട്ട് പ്രസംഗിക്കുന്നു. ഓ, ഇനി നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് പിന്നെയും തുടങ്ങല്ല. എനിക്ക് ഞാൻ പല്ല് തേച്ചത് ആലോചിക്കുമ്പോൾ എന്തൊക്കെയോ ആകുന്നു. അത് കഴിഞ്ഞില്ലേ? ഇനി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നിട്ടെന്താ? എനിക്കിനി വേറെ ബ്രഷ് കൊണ്ട് ഒന്നും കൂടി പല്ല് തേക്കണം. എന്നാൽ എന്റെ പച്ച ബ്രഷ് ഉണ്ടായി ഇക്രു എവിടെയോ വെച്ചിക്ക്, അത് നീ എടുത്തോ. ഇക്രു, എന്റെ ബ്രഷ് എടുത്തിട്ട് അവന് കൊടുത്തേ, അവൻ പല്ല് തേച്ചിട്ട് വരട്ടെ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട നിങ്ങള്. നിങ്ങളെ ബ്രഷിനെ കൊണ്ട് പല്ലേക്കുന്നതിൽ നല്ലത് ആ ക്ലോസറ്റ് തേച്ചെന്ന് ബ്രഷിനെ കൊണ്ട് പല്ലേക്കുന്നത് തന്നെയാ. എന്നാൽ ഇക്രു, ആ ക്ലോസറ്റ് തേച്ചെന്ന് ബ്രഷ് എടുത്തിട്ട് അവന് കൊടുക്ക്. അതാണെങ്കിൽ അത് അവൻ പല്ലേച്ചിട്ട് വരട്ടെ. നിങ്ങൾ എന്താ ലേറ്റ് ആയത്? ഞങ്ങൾ എത്ര സമയമായി കാത്തു നിൽക്കുന്നു. അല്ല, ബാക്കിയുള്ളവരിവിടെ? അവര് വരുന്നുണ്ട്. അല്ല, ഇതെന്താ ഇങ്ങനെ ലേറ്റ് ആയത്? അതൊന്നും പറയണ്ട മാഷേ. ആ സൽമാന്റെ ബ്രഷിനെ കൊണ്ട് എന്നോടൊന്ന് പല്ല് തേച്ചു പോയി. അയ്യേ, എന്നിട്ട് എന്താവാൻ? ഞാൻ പല്ല് തേച്ച് കഴിഞ്ഞ പാടെ തന്നെ അവൻ ആ ബ്രഷ് എടുത്തിട്ട് അവനും പല്ല് തേച്ച്. എന്നിട്ടെന്ത്? അവന് പുതിയ ബ്രഷ് വേണം പല്ല് തേക്കാൻ എന്ന് പറഞ്ഞ് വാശി പിടിച്ച്. അപ്പോൾ എവിടുന്ന പുതിയ ബ്രഷ് കിട്ടിയത്? അതിന് പുതിയ ബ്രഷ് ഒന്നും കിട്ടിയിട്ടില്ല, പഴയ ബ്രഷ് തന്നെയാ. ആഹാ, അതെവിടുന്ന കിട്ടിയത്? അതാ കക്കൂസ് തന്നെ. ഞാൻ ഓൻ്റോടെ ആ കക്കൂസ് വെച്ചെന്ന ബ്രഷ് എടുത്തിട്ട് പല്ല് തേച്ചോന്ന് പറഞ്ഞിക്ക്. എന്താടാ, പല്ല് തേച്ച് കഴിഞ്ഞാ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട നിങ്ങള്. എന്റെ ബ്രഷിനെ കൊണ്ട് പല്ല് തേക്കുകയും ചെയ്തിട്ട്. അതല്ലടാ, വേറെ ബ്രഷിനെ കൊണ്ട് പല്ല് തേച്ചില്ലേന്ന് ഞാൻ ചോദിച്ചത്. അതിന് എന്റെ അടുത്ത് വേറെ ബ്രഷ് ഉണ്ടാ? നിനക്കല്ലേ ഞാൻ ക്ലോസറ്റ് തേച്ചെന്ന ബ്രഷ് കാണിച്ചെന്നത്, അതിനെ കൊണ്ട് തേച്ചൂടേനോ? ഇവരെ ഞാനിപ്പോൾ കൊല്ലൂന്നാ തോന്നുന്നത്. മതി, ഇനി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് സമയം കളയണ്ട. വന്ന് ബസ്സിൽ കയറി. അടുത്ത നമ്മൾ ഷോപ്പിങ്ങിനല്ലേ പോകുന്നത്? എന്താ, അവിടെ പോകണ്ടേ? പോകണം. എന്നാൽ വാ. അല്ല, അതിനു മുന്നേ നമുക്ക് ആദ്യം പുട്ടുന്നുണ്ടേ. പുട്ടല്ല, ഫുഡ്. അതന്നെ. കഴിക്കണം. ഫുഡ് കഴിച്ചിട്ടേ നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നുള്ളൂ. അങ്ങനെ പറ. ഇപ്പോഴാ സമാധാനമായത്.
എന്താ കുഞ്ഞാമിത്ത, കുറച്ച് തിന്നാൽ പോരേനോ? ഇങ്ങനെ വയറ് നിറച്ചും തിന്നണോ? ഭക്ഷണമല്ലടി, വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതിയിട്ട് തിന്നതാ. പിന്നെയും പിന്നെയും വാങ്ങി തിന്നുന്നത് ഞാൻ കണ്ടിക്ക്. എല്ലാവരും നടക്ക്, നമുക്ക് മാളിൽ കയറാം. ആദ്യം താഴെ കയറിയിട്ടല്ലേ മുകളിൽ കയറണ്ടേ? ഓ എന്റെ ഏന്റി, അങ്ങ് മുകളിൽ കയറുന്ന കാര്യമല്ല പറഞ്ഞത്, മാളിൽ കയറുന്ന കാര്യ. അല്ല, നമ്മളെന്തിനാ ഇതിന്റെ ഉള്ളിലേക്ക് പോകുന്നത്? ചെറിയ ചെറിയ പർച്ചേസ് ചെയ്യാൻ. ഇതാണോ ടൂറ്? ഇത് നമുക്ക് വീട്ടിൽ നിന്ന് പോയിട്ട് പർച്ചേസ് ചെയ്താ പോരെ? ഓ എന്റെ ആന്റി, ടൂർ പോയാൽ ഇങ്ങനെ ചെറിയ പർച്ചേസ് ഒക്കെ ഉണ്ടാകും. നമുക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അനിയത്തിക്കോ അനിയനോ അങ്ങനെ ആർക്ക് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടു കൊടുക്കാലോ. എനിക്ക് വാങ്ങാനുണ്ട് കുറച്ച് സാധനങ്ങൾ, എന്റെ മിട്ടുവിനും കുട്ടുവിനും. അതൊക്കെ ആരാ? എന്റെ അനിയനും അനിയത്തിയും. അതേനു, ഞാൻ വിചാരിച്ചു കുമാരന്റെ അടുത്ത പശുവാണെന്ന്. കുമാരൻ ഇടയ്ക്ക് ഇതുപോലത്തെ പേരും പറഞ്ഞിട്ട് പശുവിനെയും കൂട്ടിട്ട് പോകുന്നത് കാണാം. ഞാൻ വിചാരിച്ചു പശുവിന്റെ പേരാ പറഞ്ഞേന്നാ. അതന്നെയല്ലേ ഞാനും പറഞ്ഞത്. നിങ്ങൾ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്ന വാ ഷോപ്പിംഗ് ചെയ്യാം. മക്കളെ, നിങ്ങൾക്കെല്ലാം സാധനങ്ങൾ വാങ്ങണ്ടേ? അതന്നെ, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾ വാങ്ങിക്കോ. പക്ഷെ അനാവശ്യമായ സാധനങ്ങളൊന്നും നിങ്ങൾ വാങ്ങാൻ നിൽക്കണ്ട. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല. എനിക്കും. അതെന്താ, നിനക്ക് നിന്റെ ചേച്ചിക്കൊന്നും കൊടുക്കണ്ടേ? എന്തെങ്കിലും കണ്ടാൽ വാങ്ങാം. പിന്നൊരു കാര്യം, അതിൻ്റെ ഉള്ളിൽ കയറി അതും ഇതും ഒന്നും അങ്ങനെ വലിച്ചിടരുതേ. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നോക്കുക. വെറുതെ നമ്മളെ പറയിപ്പിക്കാൻ നിൽക്കരുത്. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നടക്കണം, കൂട്ടം തെറ്റിപ്പോകരുത്. ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിനോ? എന്നാൽ എല്ലാവരും നടക്ക്. ഹായ്, എന്തൊക്കെ സാധനങ്ങളാ ഉള്ളത്? വളകൾ, മാലകൾ, നെക്ലേറ്റുകൾ. നെക്ലേറ്റ് അല്ല, നെക്ലേസ്. ഇവിടെയുള്ള സാധനത്തിന് നല്ല റേറ്റ് ഉണ്ടാകില്ലേ? അതാ പറഞ്ഞത്, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കുമെന്ന്. എന്നാ നമുക്ക് ആദ്യം അങ്ങോട്ട് പോകാം. എങ്ങോട്ട്? ആ അങ്ങോട്ട്. അതിനങ്ങോട്ടൊന്നുമില്ലല്ലോ. പിന്നെ അതെന്തെന്നാ കാണുന്നത്? നീ അവിടെ ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊന്നും കാണുന്നില്ലേ? ഇതാണോ സാധനം? നീ ടീച്ചർ പറഞ്ഞത് കേട്ടില്ലേ? ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങുക എന്ന്. എനിക്കൊരു ഫ്രിഡ്ജിന്റെ ആവശ്യമുണ്ട്, പിന്നെ മിക്സിയും ഒന്ന് വാങ്ങണം. നിങ്ങൾ വീട്ടു സാധനം എടുക്കാൻ ഇവിടെ വന്നത്? അല്ലടാ, ഇതൊക്കെ നിങ്ങളുടെ ടീച്ചർ വാങ്ങി തരുന്നതല്ലേ, അതുകൊണ്ട് നല്ലതന്നെ അങ്ങ് വാങ്ങാം. നിങ്ങൾ എന്തെല്ലാം വാങ്ങാൻ ഉദ്ദേശിച്ചത്? ഫ്രിഡ്ജും മിക്സിയും അങ്ങ് എടുക്കാം. വാഷിംഗ് മെഷീനൊന്നും ബസ്സിൽ കൊണ്ടുപോകാനാകില്ലല്ലോ. ഫ്രിഡ്ജ് നമുക്ക് ബസ്സിന്റെ മുകളിൽ കെട്ടിയിടാം. നല്ല ബെസ്റ്റ് ഏന്റിയാ നിന്റെ ഏന്റി. ഏന്റി ഏന്റി എന്നാ പറയുന്നത്? മലയാളോ? ഏന്റി, നമ്മൾ ഇങ്ങനത്തെ സാധനം വാങ്ങാനല്ലേ ഇവിടെ വന്നത്. ചെറിയ ചെറിയ സാധനങ്ങളില്ലേ, അതൊക്കെ വാങ്ങാനാ. ഓ, അപ്പോൾ ഈ പുട്ടും കുറ്റിയും മൂടിച്ചെമ്പും കുക്കറൊക്കെ വാങ്ങേണ്ടത്? എന്റെ ഏന്റി, അതിലും ചെറിയ സാധനങ്ങളില്ലേ? എന്ത്? അരിപ്പക്കായാലും ചട്ടകുവാ? ഇങ്ങക്ക് ഈ വീട്ടു സാധനത്തിന്റെ പേരുകൾ അറിഞ്ഞൂടൂ? കുഞ്ഞാമിത്ത, നമ്മളിവിടെ വന്നത് കുട്ടികൾക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങാനാ. കളിസാധനങ്ങളോ അല്ലെങ്കിൽ ഹെയർ ബാൻഡോ അല്ലെങ്കിൽ മേക്കപ്പ് സെറ്റോ അങ്ങനെ എന്തെങ്കിലും. ഓ, മേക്കപ്പ് സെറ്റ് എല്ലാം വാങ്ങാ. എന്നാൽ എനിക്കൊരു ബിസ്റ്റിക്ക് വേണം. ബിസ്റ്റിക് അല്ല, ലിപ്സ്റ്റിക്ക്. അതന്നെ, അത് വാങ്ങണം. അല്ല, ഇതെന്തിനാ ചെറിയ സാധനങ്ങൾ തന്നെ വാങ്ങിക്കുന്നത്? ടീച്ചറെ പൈസ തീർന്നു പോകുന്നതുകൊണ്ടാ? എന്റെ പൈസയാ? അതിന് ഞാനാണ് പൈസ കൊടുക്കുന്നത്. പിന്നെ ഇതൊക്കെ ആരാ വാങ്ങി തരുന്നത്? നിങ്ങൾ ടൂറ് പോകാൻ ഒരു പൈസ കൊടുത്തിട്ടില്ലേ? ആ പൈസ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള പൈസയും കൂടിയും കൂട്ടിയിട്ടാണ്. ഓ, അങ്ങനെയാണോ? അങ്ങനെ തന്നെ. നിങ്ങൾ വിചാരിച്ച് ഫ്രിഡ്ജും വാഷിംഗ് മെഷീൻ AC എല്ലാം എടുക്കാന്നില്ലേ? ചെറുതായി ഒന്ന് ചമ്മി. എന്തൊക്കെയാ ഇവിടെ ഉള്ളത്? ഒരു ചന്തേ പോയ പോലെ ഉണ്ട്. അവിടെ കുറെ ബാഗുകൾ നിനക്ക് വാങ്ങണ്ടേ? അതെല്ലാം പെൺകുട്ടികളുടെ ബാഗല്ലേ, അതാ അവൻ എടുക്കുന്നത്. അതിന് ഞാനത് അവൻ്റെടാട്ട് എടുത്തു പോകാൻ പറഞ്ഞിനാ? നിന്റെ ചേച്ചിമാർക്ക് കൊടുക്കാൻ നല്ലത് കണ്ടാൽ നീ വാങ്ങുമെന്ന് പറഞ്ഞില്ലേ? ഈ ബാഗ് വാങ്ങിക്കോ. ഓ, ചേച്ചിമാർക്ക് കൊടുക്കാനാണോ ബാഗ്? പൈസ കുറവാണെങ്കിൽ വാങ്ങാം. എന്നാ ഞാൻ എടുത്തുതരാം. നോക്കിയിട്ട് ആവശ്യമുള്ളത് മാത്രം വാങ്ങിക്ക. എല്ലാവരും കൂടി ഒരുമിച്ച് കയറണ്ട. ബാഗ് വാങ്ങേണ്ടവർ മാത്രം അവിടെ പോട്, ചെരുപ്പ് വാങ്ങേണ്ടവർ ഇപ്പുറം പോട്. അങ്ങനെ ഒരു കൂട്ടം കൂട്ടമായി പോയാൽ മതി. എന്നാൽ നടക്ക് സൽമാനെ, നമുക്ക് ബാഗ് നോക്കിയിട്ട് വരാം. എന്നാൽ അമ്മിനി, നമുക്ക് പോയി ചെരുപ്പ് നോക്കിയാലോ? ഏന്റി നോക്കിയിട്ട് ബാഗ് കണ്ടുപിടിച്ചോ?
ആ എന്നിട്ട് എവിടെ? ദാ ഇതിന്റെ ഉള്ളിൽ തന്നെ. നീ കാണുന്നില്ലേ ഇതിൽ നിറയെ ബാഗ്? അതല്ല ഏന്റി, ഏന്റിക്ക് ഏതാ ഇതിൽ നിന്നും ഇഷ്ടപ്പെട്ട ബാഗ്? അത് കണ്ടുപിടിച്ചോ എന്നാ ഞാൻ ചോദിച്ചത്. ആ അതാ, അതീ പച്ച ബാഗ് തന്നെ. പച്ച ബാഗോ? അതെവിടെ? ദാ അടിയിൽ ഒളിച്ചിരിക്കുന്നു. ഇതാണോ പച്ച? ആ ഈ പച്ച തന്നെ. വേറെ ഒറ്റ ബാഗും നീ എടുക്കണ്ട, ഈ ബാഗ് തന്നെ എടുത്തോ. അതെന്തിനാ ഈ ബാഗ് തന്നെ എടുക്കുന്നത്? ഈ ബാഗാടെ എനക്ക് പിടിച്ചു പോകാനൊക്കെ നല്ല ഏലുള്ളത്. പോരാത്തതിന് ഇതുപോലത്തെ കളർ ഡ്രസ് എന്റെ അടുത്തുണ്ട്. അതിന് ഇങ്ങക്കാറ്റാ ഞാൻ ബാഗ് വാങ്ങുന്നത്? അതല്ലടാ, അഥവാ ഇത് പിങ്കിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എനക്കെന്നെ എടുക്കാല, അതുകൊണ്ടാ. അതിന് പിങ്കി ചേച്ചിക്ക് മാത്രമല്ല, ഞാൻ ചക്കി ചേച്ചിക്കും ബാഗ് എടുക്കുന്നുണ്ട്. ആ എടുത്തോടാ. അതിനെനക്ക് ഒരു ബാഗ് മാത്രല്ല ഇഷ്ടപ്പെട്ടത്, 2 ബാഗ് ഇഷ്ടപ്പെട്ടിക്ക്. ദാ ആ പച്ച ബാഗിന്റെ ഇപ്പുറം തന്നെയുള്ള ചോപ്പ് ബാഗില്ലേ, അത് എനിക്ക് ഇഷ്ടപ്പെട്ടിക്ക്. അതും കൂടി ഇങ്ങെടുത്തോ. ഇതെനിക്ക് ചോപ്പ് ഡ്രസ് ഇടുമ്പോൾ എടുക്കാലാ. ആ പിങ്കിക്കും ചക്കിക്കും 2 ബാഗും ഇഷ്ടപ്പെടാതിരുന്നാൽ മതിയായിരുന്നു. വല്ലാത്ത ഏന്റി തന്നെ. ഇക്രു ബാഗ് എടുത്തു കഴിഞ്ഞാ? ആ ഈ ചോപ്പും പച്ചയോ? ഇല്ല മിസ്സേ, ബാഗ് എടുത്തിട്ടില്ല. ആ എന്നാൽ എന്താ വേണ്ടതെന്ന് നോക്കിയെടുക്ക്. ഡാ നീ എന്താ ഈ ചോപ്പും പച്ചയും ബാഗ് എടുക്കാത്തത്? അതിന് ചോപ്പും പച്ചയും ബാഗ് എടുത്തു. കുറെ നേരമായല്ലോ ചോപ്പും പച്ച എന്ന് പറയുന്നത്. നിനക്ക് കണ്ണു കാണുന്നില്ലേ? ഈ കാണുന്ന ബാഗാണ് ചുവപ്പ് ബാഗ്. അത് ചുവപ്പ് ബാഗല്ല, അതാണ് റോസ് ബാഗ്. ആദ്യം പോയി കളർ പഠിക്ക്. ചുവപ്പും റോസും തിരിച്ചറിയാണ്ട് പ്രസംഗിക്കാൻ നിൽക്കുന്നു. നോക്ക്, ഇവിടെ ഡ്രസ്സിന് വില കുറവാണെന്നാ തോന്നുന്നത്. എന്നാൽ നമുക്ക് ചെരുപ്പ് വാങ്ങണ്ട, ഡ്രസ്സ് വാങ്ങിയാലോ? ആ നമുക്ക് ഡ്രസ്സ് വാങ്ങാം. നിങ്ങളെ പർച്ചേസ് എല്ലാം കഴിഞ്ഞാ? ഇല്ല. ഡൈക്രു ഇവിടെ ഡ്രസ്സിന് നല്ല ഓഫർ ഉണ്ടെന്നാ തോന്നുന്നത്. ആണോ? ഡാ സൽമാനെ, എന്നാ നമുക്കൊന്ന് നോക്കിയാലോ? നോക്കാം, നല്ലത് കിട്ടിയാൽ എടുക്കാലോ. എന്നാൽ വാ. ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ടല്ലോ. പിന്നെന്താ നല്ല ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് പുറത്ത് എഴുതി വെച്ചത്? ആ നമുക്ക് ഇവിടെയുള്ള ആരോടെങ്കിലും ചോദിച്ചു നോക്കാം. ആ അവിടെ അതൊരു ചേട്ടൻ. ചേട്ടാ. എന്താ മക്കളെ? ചേട്ടാ ഇവിടെ ഡ്രസ്സിന് പൈസ കുറവാണെന്ന് പറഞ്ഞ് പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് എല്ലാ ഡ്രസ്സിനും നല്ല പൈസ ഉണ്ടല്ലോ, അതെന്താ? അതിന് ഇതിനൊന്നും ഓഫർ ഇല്ല. ഓഫറുള്ള ഡ്രസ്സ് വേറെതാണ്. എന്നാൽ അതൊന്ന് കാണിച്ചു തരുമോ ചേട്ടാ? നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ അത് കൊണ്ടുവരാം. ഇതാണ് ഓഫറുള്ള ഡ്രസ്സുകൾ. ഈ ഡ്രസ്സിനെല്ലാം 100 രൂപയേ ഉള്ളൂ. 100 രൂപയേ ഉള്ളൂ? എന്നാൽ എനിക്ക് വേണം. എനിക്കും. എനിക്കും വേണോ? എനിക്കും. എല്ലാവർക്കുമുള്ള ഡ്രസ്സുമുണ്ട്. നിങ്ങൾ അവിടെ പോയിട്ട് ഡ്രസ് ഇട്ട് നോക്ക്. അവൻ അതും കൊണ്ടുപോയി. ചേട്ടാ എനിക്ക് മാത്രം ഡ്രസ് കിട്ടിയിട്ടില്ല. അതിനിത് ഗേൾസിന്റെ ഷോപ്പാടാ, ഇവിടെ ബോയ്സിന് ഡ്രസ്സുകളൊന്നുമില്ല. എന്താ ചേട്ടാ? അതല്ല, ആ ചെറുക്കൻ എന്തിനാ ഡ്രസ്സും കൊണ്ട് പോയത്? ഏത് ചെറുക്കൻ? ആ കണ്ണട വെച്ച ചെറുക്കൻ. സൽമാനോ? പറയും പോലെ അവനെന്തിനാ അവരുടെ കൂടെ പോയത്? നീ ഇത് നോക്കിയേ. ഇതൊന്നും സംഭവം. എങ്ങനെയുണ്ട് ഞങ്ങളെ പാസന്? പാസനല്ല, ഫാഷന്. ഡൈക്രു എന്നെ കാണാൻ നല്ല മുഞ്ചില്ലേ? ഹേയ് നിങ്ങളെ കാണാൻ മുഞ്ചൊന്നുമില്ല, ഒരുമാതിരി വൃത്തികെട്ട ലുക്ക്. പക്ഷെ എന്നെ നോക്ക്, ഇപ്പോഴത്തെ ട്രെൻഡിങ് ലുക്കായത്. ഒന്ന് പോടിയാടുന്ന്, നിനക്ക് അസൂയ. നിങ്ങൾ ഈ ഡ്രസ് കണ്ടിട്ട് ഞാനതിന് അസൂയ വെക്കണം? വൃത്തികെട്ട ഡ്രസ്. നിങ്ങൾ ഇങ്ങനെ അടികൂടല്ലേ. നിങ്ങൾ എന്നെ നോക്ക്, എന്തൊരു ലുക്ക് എന്നെ കാണാൻ. എന്ത് ലുക്ക്? ഒരുമാതിരി ചെറുതായി പോയ മാക്സി ഇട്ട പോലെ ഉണ്ട്. ഹോ, അപ്പോൾ നീ പറഞ്ഞു വരുന്നത് നീ വലിയ മൊഞ്ചുണ്ടെന്നാണോ? അത് പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? എന്നെ കണ്ടാൽ മനസ്സിലാക്കുന്നില്ലേ ഞാൻ ഭയങ്കര മൊഞ്ചാണെന്ന്? നിങ്ങളൊന്ന് അടികൂടൽ നിർത്തുമോ? നിങ്ങൾ എന്നെ നോക്ക്. ആ നോക്കി, എന്താ? നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? അല്ല, ഞാൻ നിങ്ങളുടെ കോലം കണ്ടിട്ട് ചിരിച്ചതാ. അതിനിങ്ങനെ ചിരിക്കാൻ മാത്രം ഞങ്ങൾ എന്ത് കോലത്തിലുള്ളത്? എന്ത് കോലത്തിലുള്ളതെന്നാ? നിങ്ങളുടെ നിൽപ്പ് കണ്ടാൽ വിചാരിക്കും വലിയ ഫാഷൻ ഷോയിലുള്ളതെന്നാ. 100 രൂപയുടെ ഡ്രസ്സ് ഇട്ടിട്ട് നിൽക്കുന്ന നിൽപ്പല്ലേ ഇത്? 100 രൂപയുടെ ഡ്രസ്സാണെങ്കിൽ എന്താ ചേട്ടാ, ഞങ്ങളെ കാണാൻ നല്ല ഗെറ്റപ്പില്ലേ? ഞങ്ങളിത് ഇട്ട് കാണുമ്പോൾ 100 രൂപയുടെ ഡ്രസ്സാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏയ്, അല്ല, നിങ്ങൾ എന്തിനാ പിന്നെ ഇങ്ങനെ ചിരിക്കുന്നത്?
നിങ്ങളിങ്ങനെ ചിരിക്കുന്നത് കാണുമ്പോൾ എനക്കും ചിരിക്കാൻ തോന്നുന്നുണ്ട്. എന്റെ പഠിച്ചോനെ, ഈ പെരാന്തിച്ച് ചിരി തുടങ്ങിയാ പിന്നെ നിർത്തൂലോ. ചേട്ടാ, ഒന്ന് ചിരി നിർത്ത്. അതല്ല മക്കളെ, എനിക്ക് ഇവനെ കാണുമ്പോഴാ ചിരി വരുന്നത്. ആരെ? എന്നെ കാണുമ്പോഴോ? ആ, നിന്നെ കാണുമ്പോ തന്നെ. എന്തിനി? ശരിക്കും എന്നെ കാണാനല്ലേ നല്ല ഭംഗിയുള്ളത്. അവനെ കാണാൻ എന്നാ കുഴപ്പം? നിങ്ങളാരും അവനെ ശ്രദ്ധിച്ചില്ലേ? അവനെല്ലാരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എന്നാ ഇതിന് മാത്രം എന്നെ കാണുമ്പോൾ ചിരിക്കാനുള്ളത്? എന്തെന്നാ? ഒന്ന് പറ, എന്തിനെല്ലാരും ഇങ്ങനെ ചിരിക്കുന്നത്? എന്റെ പഠിച്ചോനെ, ഈ പെരാന്തിച്ച് ചിരി തുടങ്ങിയാ നിർത്തൂല. പ്ലീസ്, ആരെങ്കിലും ഒന്ന് പറ, എന്തിനെല്ലാരും ഇങ്ങനെ ചിരിച്ചത്? ഡാ സൽമാനെ, നീ ഇട്ടത് പെൺകുട്ടികളുടെ ഡ്രസ്സാ. പെൺകുട്ടികളുടെ ഡ്രസ്സാ? ഡാ, നീയും തുളസിയും ഒരേ മോഡൽ ഡ്രസ്സാട്ടത്. പക്ഷെ നീ അതിന്റെ കൂടെ ഓവർകോട്ട് ഇട്ടെന്ന് മാത്രം. എന്റെ അതേ മോഡൽ ഡ്രസ് ഇട്ടൊക്കെ എന്നെ പോലെ ഇരിക്കാൻ. ലവ് ലവ്. നീ കണ്ടിനോ ഇവരുടെ കോമഡികൾ? ഞാനെല്ലാം കണ്ടിനി. ആ സൽമാന്റെ കോലം കണ്ടിട്ട് ഞാൻ ചിരിച്ചു ചിരിച്ചു മരിച്ചിക്ക്. അല്ല, എന്നിട്ട് മരിച്ച നീ എന്തെങ്കിലും എണീച്ചു നിനക്ക്? നിനക്ക് അവിടെ എങ്ങനെ കിടന്നോറോ? ഇപ്പോഴത്തെ കുട്ടികളുടെ ഓരോരോ മോഡല് മരിച്ചാലല്ലോ എണീച്ച് നടക്കുന്നു. കാലം പോയ പോക്കേ. ഇവരെന്തിങ്ങനെ മണ്ടത്തരം പറയുന്നത്? ഓരടുത്ത് അത് മാത്രമേ ഉള്ളൂ കാര്യമായിട്ട് പറയാൻ, വേറൊന്നുമില്ല. അല്ല, അപ്പോൾ നിങ്ങൾ ഡ്രസ്സൊന്നും എടുക്കുന്നില്ലേ? വേണം, ഞാനിട്ട ഡ്രസ്സ് എനിക്ക് വേണം. ഞാനിട്ട ഡ്രസ്സ് എനിക്കും വേണം. എന്താടാ, നീ ഇട്ട ഡ്രസ്സ് നിനക്കും വേണോ? ഞാൻ വെറുതെ പറഞ്ഞതാടാ. നിനക്ക് പറ്റിയ നല്ല ഡ്രസ്സുകൾ അപ്പുറത്തെ ഷോപ്പിലുണ്ട്. ഇത് ഗേൾസിന്റെ ഷോപ്പാ, അപ്പുറം ബോയ്സിന്റെ ഷോപ്പാ. അവിടെ നല്ല ഓഫറുണ്ട്. നീ പോയിട്ട് ഇഷ്ടമുള്ളത് എടുത്തോ. ഇനി നീ എന്തെടുത്താലും നീ നേരത്തെ ഇട്ട ഡ്രസ്സിന്റെ അത്ര മഞ്ച് നിനക്ക് കിട്ടില്ല. ഹേയ് മതി, നിങ്ങളല്ല എന്തിനാ ഇനിയും അവനിങ്ങനെ കളിയാക്കുന്നത്? നേരത്തെയുള്ള അവന്റെ കോലം ആലോചിക്കുമ്പോൾ എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല. അതന്നെ. നിങ്ങളെല്ലാം എന്റെ ഫ്രണ്ട്സ് അല്ലേ, എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ കളിയാക്കുന്നത്? ഇതിലും നല്ലത് കുഞ്ഞാമിത്ത. കുഞ്ഞാമിത്ത എന്നെ ഇങ്ങനെ കളിയാക്കാൻ വന്നിട്ടില്ല. അതെനിക്ക് ചിരിച്ചിട്ട് അങ്ങോട്ടേക്ക് വരാൻ പറ്റിയിട്ടാടാ. ഞാൻ കൊറേ സമയമായി അവിടെ ഇരുന്നിട്ട് ചിരിക്കുന്നു. എനക്ക് നിന്നെ കണ്ടിട്ട് ചിരി നിർത്താൻ പറ്റുന്നില്ല. എന്റെ ഫുൾ ബിറ്റന്നെ. ഇവരെന്താ ചിരി നിർത്താത്തത്? ഡാ സൽമാനെ, അവർ ചിരി നിർത്തുന്നില്ലല്ലോ. ഇനി എന്നാ ചെയ്യാ? നമ്മൾ എന്ത് ചെയ്യാനാ? അവർക്ക് ചിരി നിർത്താൻ തോന്നുമ്പോൾ അവർ നിർത്തട്ടെ. ഇവിടെ ഇരുന്നിട്ട് എവർ ഇങ്ങനെ ചിരിക്കുന്നത്? ഏയ്, എന്താ? ഒന്നുമില്ല. നിങ്ങൾ അതിൽമേൽ ഇരിക്കാതെ ഒന്ന് താഴെ നിൽക്കുമോ? അതെന്തിനാ? വേറൊന്നിനുമല്ല, അത് പൊട്ടിക്ക്. നിങ്ങളിപ്പോൾ ഇടിഞ്ഞു വീഴും. ഇത് പൊട്ടിക്കാ? ആ, അത് പൊട്ടിയിട്ട് ഞാനൊരു ചെറിയ സ്ക്രൂവിന്റെ മോൾ പിടിച്ചുറപ്പിച്ചതാണ്. നിങ്ങൾ മെല്ലെ ഇറങ്ങിക്കോ. എനിക്ക് പേടിയാകുന്നു. ആരെങ്കിലും വന്നു നിന്നെ ഇറക്ക്. നിങ്ങൾ ഇങ്ങനെ പേടിച്ചു ബഹളം വെക്കണ്ട, മെല്ലെ ഇറങ്ങിക്കോ. എനിക്ക് ഒറ്റയ്ക്ക് ഇറങ്ങാൻ പേടിയാ. എന്നെ ആരെങ്കിലും ഒന്ന് സഹായിക്ക്. അതിൽമ നിന്ന് താഴെ ഇറങ്ങാൻ എന്ത് പേടിയാ? നിങ്ങളൊന്ന് ഇറങ്ങിയേ. എനിക്ക് പേടിയാ, ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങില്ല. ആരെങ്കിലും ഒന്ന് സഹായിക്ക്. ഏയ്, പേടിക്കണ്ട, ഇറങ്ങിക്കോ. ഒന്ന് സഹായിക്കടാ. ഇതിപ്പോൾ ഇടിഞ്ഞു വീകുന്ന തോന്നുന്നത്. നിങ്ങൾ വിചാരിക്കുമ്പോൾ അത് ഇടിഞ്ഞിട്ട് അങ്ങ് പാതാളത്തിലേക്കൊന്നല്ല പോകുന്നത്. ഇവിടെ തന്നെയാ വീഴുക. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? എനിക്ക് ഒറ്റയ്ക്ക് ഇറങ്ങാൻ പേടിയാ. ഡാ സുലൈമാനെ, ഒന്ന് സഹായിക്കടാ. ആഷ്, നിങ്ങളെന്തിനാ അവരുടെ സഹായമൊക്കെ തേടുന്നത്? നിങ്ങൾക്ക് ഇറങ്ങിക്കോറോ. ഡാ മൊട്ടത്തലിയ, കുറെ നേരമല്ല നീ അവിടുന്ന് പ്രസംഗിക്കുന്നു. നീ അങ്ങോട്ട് മാറി നിന്നേ. അവിടെ നിന്ന് അവൻ ക്ലാസ് എടുക്കുന്നു. കുഞ്ഞാമിത്ത, നിങ്ങൾ പതിയെ ഇറങ്ങ്. അതിനെനിക്ക് പേടിയാകുന്നടി. ആരെങ്കിലും എന്റെ കൈയൊന്ന് പിടിച്ചു തന്നാൽ മതി, ഞാൻ ഇറങ്ങിക്കോളും. ചേട്ടാ,
ചേട്ടനൊന്ന് പിടിച്ചു കൊടുക്കുമോ? എന്നാൽ എന്റെ കൈ പിടിച്ചിറങ്ങ്. എന്നാ വേഗം വാ. ഇതെന്താ സാധനം? ഇതായിരുന്നു ഈ കരിഞ്ഞു പോയ സാധനം വന്നേ. എന്നാ എന്നാ അല്ല ഇതെന്തെന്നാ? ഡമ്മി. ആരാ മമ്മി? ആരെ മമ്മിയല്ല, ഡമ്മി. അതെന്ത് ജീവിയാ? ജീവിയാ? ഇത് ജീവിയൊന്നുമല്ല, പിന്നെന്തെന്നാ? ഡമ്മി. ഇതാ ഇത്? ആ, ഇങ്ങനെ കണ്ടപ്പോൾ മനസ്സിലായി എന്തെന്നാ ഇതൊന്ന്. ഇതാ ഡ്രസ്സൊക്കെ ഇട്ടുവെക്കുന്ന സാധനമല്ലേ? ആ, ഇതിന്റെ പേരാണ് ഡമ്മി. ഓ, അപ്പൊ ഇതാണ് ഡമ്മി. നിങ്ങളൊന്ന് ചമ്മി. അല്ല, ഇത്രയൊക്കെ സംഭവിച്ചിട്ട് നിങ്ങളെ കമ്പ്യൂട്ടർ വെച്ച ആ സ്ഥലം ഇടിഞ്ഞു വീണിക്കില്ലല്ലോ? അതെന്നോട് പറയാൻ മറന്നുപോയിക്ക്. കഴിഞ്ഞ ആഴ്ച ഞാനൊരു ആശാരിനെ വിളിപ്പിച്ചിട്ട് അത് നന്നാക്കിച്ചിക്കേനു. ഇപ്പോഴാണ് എനിക്കത് ഓർമ്മയായത്. നിങ്ങൾ വെറുതെ പേടിച്ചുലേ? ഓന്റെ ഒരു ചിരി. ഡാ മുട്ടത്തലിയ, ഒറ്റ ചവിട്ടിനില്ലേ നിന്റെ പല്ലങ്ങ് തെറിച്ചു. പിന്നെ മുടിയില്ലാത്തതുപോലെ തന്നെ തന്റെ പല്ലുണ്ടാവൂല. ഇത്രയും പ്രശ്നം വരുത്തി വെച്ചിട്ട് ഓനാടുന്ന് ചിളിക്കാൻ നിക്കുന്നു. അല്ല മക്കളെ, അവരെന്താ അങ്ങനെ? അവർ പണ്ടേ അങ്ങനെ തന്നെയാ. അല്ല, നിങ്ങളെന്താ ഇങ്ങനെ? ഞങ്ങൾ എടുത്ത ഡ്രസ്സ് നിങ്ങൾ പാക്ക് ചെയ്തതാ, ഞങ്ങൾ പോകുന്ന. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ അത് എടുത്തു തരാം. നിങ്ങളെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞോ? ഇല്ല, എല്ലാവരും കഴിഞ്ഞിട്ടില്ല. എനിക്കും തുളസിക്കും അമ്മിനിക്കും മാത്രമേ ഡ്രസ്സ് കിട്ടിയിട്ടുള്ളൂ. അല്ല മിസ്സേ, ഈ സൽമാനും കിട്ടിക്ക് നല്ല ജീൻസും ടോപ്പും ഒരു ഓവർകോട്ടും. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. ആഹാ, എന്നിട്ട് എവിടെയെല്ലാം? ഇല്ല മിസ്സേ, എനിക്ക് ഡ്രസ്സൊന്നും കിട്ടിയിട്ടില്ല. ഇവരൊക്കെ എന്നെ കളിയാക്കുകയാണ്. ശരി ശരി. അല്ല, ബാക്കിയുള്ളവരുടെ ഡ്രസ്സൊക്കെ ഇവിടെ? അതാ കടയിൽ തന്നെ വെച്ചിട്ടുണ്ട്. പോകുമ്പോൾ എടുക്കാലോ, വെറുതെ ഇങ്ങനെ കയ്യിൽ പിടിച്ച് നടക്കണോ? അതാണ് നല്ലത്. പക്ഷേ തിരിച്ചു പോകുമ്പോൾ അത് ഓർമ്മിക്കണേ, അല്ലെങ്കിൽ അത് എടുക്കാൻ മറന്നുപോകും. അത് ഞങ്ങൾ ഓർമ്മിച്ചോളാം. അല്ല, ബാക്കിയുള്ളവർക്കൊന്നും ഒന്നും വേണ്ടേ? വേണം. എന്നിട്ടെന്തൊന്നും എടുക്കാത്തത്? നല്ലതൊന്നും കണ്ടില്ല മിസ്. സാരമില്ല, നോക്കിയോക്ക്, എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടാകും. ഇവിടെ ഞങ്ങൾ മുഴുവനും നോക്കി, ഒന്നും ഞങ്ങൾക്ക് പറ്റിയത് കിട്ടിയില്ല. എന്നാൽ മുകളിൽ പോയി നോക്കാം. നിങ്ങൾ മുകളിലേക്ക് നടക്ക്, ഞാൻ മറ്റു കുട്ടികളുടെ കാര്യം ഒന്ന് അന്വേഷിക്കട്ടെ. കുഞ്ഞാമിത്ത, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ഇവരെയൊക്കെ? ആ, ഞാനിവരെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ മറ്റു കുട്ടികളുടെ കാര്യം നോക്ക്. എന്നാൽ ശരി, നിങ്ങൾ മുകളിലേക്ക് പോട്. അല്ല, ഈ മുകളിലേക്ക് എങ്ങനെയാ പോവുക? ഇവിടെ ഒന്നും സ്റ്റെപ്പ് കാണുന്നില്ലല്ലോ. ലിഫ്റ്റ് ഉണ്ടാകും, അതിൽ പോകാം. ലിഫ്റ്റിലോ? ഞാനില്ല, എനിക്ക് പേടിയാ. അതിൽ കയറാൻ എനിക്ക് പേടിയാടാ. നമുക്ക് സ്റ്റെപ്പ് കയറാം. എന്നാൽ വാ, അതെവിടെയാ ഉള്ളതെന്ന് നോക്കാം. ദേ നോക്കിയേ, അങ്ങ് അവിടെ സ്റ്റെപ്പ്. ആ, എന്നാൽ അവിടത്തേക്ക് നടക്ക്. നീ എനക്കൊരു നാരങ്ങ വെള്ളം കൊണ്ടുത്താടാ. അതെന്തിനാ ആന്റി? എനിക്ക് തല ചുറ്റുന്നടാ. തല ചുറ്റുന്നോ? ആടാ, തല ചുറ്റിയിട്ട് എനിക്ക് ഈ സ്റ്റെപ്പൊക്കെ നടന്നു പോകുന്നത് പോലെ തോന്നുന്നു. ഏന്റി, അത് ഏന്റിക്ക് തോന്നുന്നതല്ല, ശരിക്കും അങ്ങനെ തന്നെയാ. എന്ത് സ്റ്റെപ്പ് ഇങ്ങനെ പോകുന്നതോ? ആ കുഞ്ഞാമിത്ത, ഇതിന്റെ പേരാണ് എസ്കലേറ്റർ. ഓഹോ, അങ്ങനെയാണില്ലേ. ഞാൻ വിചാരിച്ച എനക്കും തല ചുറ്റുന്നുണ്ടെന്നാ. അല്ല, ഇതെന്തിന് ഇങ്ങനെ ആക്കിയത്? മര്യാദക്കുള്ള സ്റ്റെപ്പ് എന്നാക്കിയാൽ പോരെ? ഇതൊക്കെ ഓരോരോ കണ്ടുപിടുത്തമാണ് ഏന്റി. ഇതേത് മണ്ടനാ ഇത് കണ്ടുപിടിച്ചത്? സാധാരണ ജനങ്ങൾക്ക് മേലെ കയറാനാ സ്റ്റെപ്പ് വെക്കുക. ഇതെന്തിനാ സ്റ്റെപ്പ് ഒറ്റയ്ക്ക് മേലെ കയറി പോകുന്നത്? അതന്നെ, ഈ സ്റ്റെപ്പ് ആരെ കാണാൻ ഇങ്ങനെ മുകളിൽ കയറി പോകുന്നത്? അതുപോലെ തന്നെ താഴേക്ക് ഇറങ്ങി വരുന്നുമുണ്ട്. ഈ ബുദ്ധിയില്ലാത്ത രണ്ടെണ്ണം എവിടുന്ന് വന്നേ? അവിടുന്ന്. വലിയ കാര്യമായി പോയി. നിങ്ങൾ രണ്ടുപേരും പുറത്തൊന്നും ഇറങ്ങാറില്ലേ? ഇങ്ങനത്തെ എസ്കലേറ്റർ ഒക്കെ ഇറങ്ങിയിട്ട് എത്ര കാലമായി? ഏത് കാൽക്കുലേറ്റർ? കാൽക്കുലേറ്റർ അല്ല, എസ്കലേറ്റർ. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് സമയം കളയണ്ട. നടക്ക്, നമുക്ക് മുകളിലേക്ക് പോകാം. എന്നാൽ എല്ലാവരും വാ. എന്താ ഏന്റി? ഏന്റിന്റെ പേടി മാറിയിട്ടില്ലേ? ഇല്ലടാ, അത് കാണുമ്പോൾ എനിക്ക് തലചുറ്റുന്നു. ഏന്റി, പേടിക്കാനൊന്നുമില്ല. ഏന്റി ആ സ്റ്റെപ്പുമ്മൽ കയറി നിന്നാൽ മാത്രം മതി. അത് തനിയെ അങ്ങ് ഏന്റിയെ മുകളിലേക്ക് എത്തിക്കും. ഏന്റി പേടിക്കാതെ വാ. എന്നാൽ നിങ്ങളൊക്കെ ആദ്യം കയറി, ഞാൻ പിറകെ കയറിക്കോളാം. ആ അമ്മിന് പോയ പോക്ക് കണ്ട? അതുപോലെ അവിടെ നിന്ന് കൊടുത്താൽ മതി ഏന്റി. ഏന്റിയും അങ്ങനെ മുകളിലേക്ക് പോകും.
വാ ഏന്റിയും കയറി. ഡി തുളസി, നമുക്ക് രണ്ടുപേർക്കും ഇപ്പുറത്തെ സ്റ്റെപ്പിൽ കയറാം. അതെന്തിനാ അങ്ങനെ? അല്ല, നമ്മൾ ഇവിടെ കയറി നിൽക്കുമ്പോൾ അങ്ങ് സുലൈമാനാറ്റം കാല് തെറ്റി വീണിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം പോക്ക. അവൻ ഇടിഞ്ഞിടിഞ്ഞ് നമ്മുടെ മേത്തേക്കാ വീഴുക. എന്നാ വാ, നമുക്ക് ഇപ്പുറം കയറാം. ആദ്യം നീ കയറി. ഞാൻ കയറില്ല, നിങ്ങൾ കയറി. എന്നാൽ നമുക്ക് രണ്ടുപേർക്കും കൈപിടിച്ച് കയറാം. ഇനി നമുക്ക് ഒരുമിച്ച് അതിൽ കയറാം. ഇതെന്താ നീ കയറിയിട്ടില്ലേ? അല്ല, ഞാൻ കയറിക്ക്, നിങ്ങളാ കയറാത്തത്. ഇല്ലടി, ഞാൻ കയറിക്ക്. പിന്നെന്താ നമ്മൾ ഇവിടെ തന്നെ എത്തിയത്? വാ, നമുക്കൊന്നും കൂടി കയറി നോക്കാം. ഇതെന്താ നമ്മൾ പിന്നെ ഇവിടെ എത്തിയത്? എന്നാൽ നമുക്ക് ഇങ്ങനെ ഇവിടെ നിൽക്കണ്ട, നമുക്ക് സ്റ്റെപ്പ് കയറാം മുകളിലേക്ക്. എന്നാൽ കയറിക്കോ. ഇതെന്ത് കളിയാ? നിങ്ങൾ എന്നാ അവിടെ കളിക്കുന്നേ? ഞങ്ങൾക്ക് മുകളിലേക്ക് വരാൻ പറ്റുന്നില്ല. ഞങ്ങൾ അങ്ങ് കാര് ഇങ്ങക്കന്നെ വരും, അങ്ങ് കാര് ഇങ്ങക്കന്നെ വരും, ഇങ്ങനെ കളിക്കുന്ന. ഓ എന്റെ ഏന്റി, നിങ്ങളോട് അതിലോട്ട് കയറാൻ പറഞ്ഞത്? ഇപ്പുറത്തെ സ്റ്റെപ്പിലോട്ട് കയറി വാ. ഡി, അവൻ ഇപ്പുറത്തെ സ്റ്റെപ്പിലോട്ട് കയറി ചെല്ലാനാ പറഞ്ഞത്. എന്നാ നടക്ക്, നമുക്ക് അപ്പുറത്തെ സ്റ്റെപ്പിലോട്ട് കയറാം. എന്നാ കൈ പിടിച്ചോ. നമ്മൾ പൊന്തിപ്പോയി. നല്ല രസമുണ്ടല്ലേ? അതാ വരുന്നുണ്ട് രണ്ടെണ്ണം. നിങ്ങൾ രണ്ടുപേരും എന്തെന്ന് അവിടുന്ന് കോഴി കളിക്കും പോലെ കളിച്ചത്? ഇതിലോട്ട് കയറി വരാൻ പറഞ്ഞ പിന്നെ അതിലോട്ട് കയറി വരാൻ നോക്കണ. എന്നിട്ട് കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് മോങ്ങുന്നു. ബുദ്ധി എന്ന് പറഞ്ഞ തീരെ ഇല്ലാത്ത രണ്ട് സാധനങ്ങള്. നമ്മളിങ്ങനെ വെറുതെ നടന്നിട്ട് കാര്യമില്ല. എന്താ വാങ്ങുന്നത്? നല്ലതെന്തെങ്കിലും കണ്ടാൽ വാങ്ങണം. അതിനിവിടെ ഉള്ളത് മുഴുവനും നല്ലതന്നെയല്ലേ? എന്തെങ്കിലും കെട്ടതുണ്ടാ? അതല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ആവശ്യമുള്ള എന്തെങ്കിലും നല്ല സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ വാങ്ങാമെന്ന് പറഞ്ഞതാ. അല്ല, നീ എന്ത് വേണമെന്നാ ഉദ്ദേശിക്കുന്നത്? ഡ്രസ്സോ, ചെരുപ്പോ, അല്ലെങ്കിൽ ഗിഫ്റ്റ് ഐറ്റംസോ? എന്താ നിനക്ക് വേണ്ടത്? അത് ഇക്രു, എന്താ വാങ്ങേണ്ടത്? നമുക്ക് രണ്ടുപേർക്കും ഒരുപോലത്തെ ഷൂ വാങ്ങിയാലോ? 200 രൂപക്ക് ഷൂവോ? 200 രൂപയിൽ ഒതുങ്ങുന്ന സാധനമല്ലേ നമുക്ക് വാങ്ങിക്കൂടൂ. നമുക്ക് അവിടെ ചെന്ന് നോക്കി നോക്കാം. നല്ലതുണ്ടെങ്കിൽ വാങ്ങാലോ. എന്നാ നടക്ക്. ഇവിടെ ഇതാ നല്ല ഹവായി ചെരുപ്പിന്റെ പീടിയ. ഹവായി ചെരുപ്പാ? അത് ഇങ്ങളെന്നെ കിട്ടോ. നീ വാടക ഇക്രു, നമുക്ക് പോയിട്ട് ഷൂ നോക്കാം. അവർ ഹവായി ചെരുപ്പ് എടുത്ത് വരട്ടെ. വാ കുഞ്ഞാമിത്ത, നമുക്ക് അങ്ങോട്ട് പോകാം. അല്ല, ഇങ്ങോട്ട് എന്തിനാ പോകുന്നത്? ഇങ്ങക്ക് ഹവായി ചെരുപ്പ് വാങ്ങണ്ടേ? അതിനെന്നെ. ഇങ്ങളിങ്ങ് വാ, നമുക്ക് ഹവായി ചെരുപ്പ് വാങ്ങാം. വാ കുഞ്ഞാമിത്ത. എന്തോ ഈ പെണ്ണിന് പെരാൻ തയ്യുന്ന തോന്നുന്നത്. എന്നാ കൂട്ടടാ. ഇങ്ങളിങ്ങ് വാ കുഞ്ഞാമിത്ത. എന്തോ ഇവക്ക് ശരിക്കും പെരാൻ തയ്യുന്ന തോന്നുന്നത്. നിക്ക്, ഞാനുണ്ട്. അപ്പോൾ ഇവർക്ക് ചെരുപ്പ് വേണ്ടേ? തിരിച്ചു പോകുമ്പോൾ വാങ്ങാനായിരിക്കും. ഇനി കുഞ്ഞാമിത്താൻ്റെോട് തിരിച്ചു പോകുമ്പോൾ വാങ്ങാൻ മറന്നു പോകുമോ? അങ്ങനെ മറന്നു പോയാൽ ഞാൻ ഓർമ്മയാക്കി കൊടുക്കും. എന്നിട്ട് എന്തായാലും വാങ്ങിപ്പിക്കും. ഏത് ഷൂവാ വേണ്ടത്? ചേട്ടാ, ഈ ഷൂവിന് എത്രയാ റേറ്റ്? അതിന് 2300 രൂപയാണ്. നിങ്ങൾ 2000-ന് എടുത്തോ. 2000 രൂപയാ? ഇക്രു, ഞാൻ കേട്ടു. എന്താടാ, അതിഷ്ടമായിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കോറോ. വാങ്ങാനാ? ഡി പോത്തെ, അയാൾ ഷൂവിന്റെ വില 200 രൂപ എന്നല്ല പറഞ്ഞത്, 2000 രൂപ എന്നാ. 2000? 2000 തന്നെ. സൽമാനെ, ഇനിയൊന്നും നമ്മൾ ചെയ്യുന്നത് ഇവിടെ നിൽക്കണോ പോണോ? എന്തിനാടാ നിൽക്കുന്നത്? നമുക്ക് പോകാം. നമ്മുടെ അടുത്ത് വെറും 200 രൂപയേ ഉള്ളൂ. പക്ഷെ നല്ല മോഡൽ ഷൂ ഉണ്ടായിരുന്നു. എന്തൊരു ഭംഗിയാ എല്ലാം കാണാൻ. എന്തായാലും കയറിയ സ്ഥിതിക്ക് എല്ലാ മോഡൽ ഷൂവും കണ്ടോ? അതന്നെ, എന്തായാലും കയറിയതല്ലേ, നമുക്ക് ഷൂവിന്റെ മോഡലൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം. എന്നാ വാ, അവിടെ കുറെ മോഡൽ ഉണ്ട്, ഡിസ്പ്ലേ കിട്ടുക്ക്. അല്ല, അനു എവിടെ? അവൾ അപ്പുറത്തെ ഷോപ്പിലാണുള്ളത്, ഗിഫ്റ്റിന്റെ ഷോപ്പിൽ. ഏന്റി ഉണ്ടാവും നമ്മളെ നോക്കി നടക്കുന്നത്. നിന്റെ ഏന്റിക്ക് കൂട്ടായിട്ട് അവളുമുണ്ട്, ആ തുളസി. രണ്ടുപേരും എവിടെയാണാവോ ഉള്ളത്? അല്ല, ഇതപ്പാ വന്നത്. നിങ്ങൾ ഇവിടെ ഇരുന്നിക്കാ? എന്താ, എനിക്ക് പിടിച്ചിട്ടില്ലേ? എന്നാ ഇവിടെ നിക്ക. ഏത് ഷൂവാ വേണ്ടതെന്ന് കണ്ടുപിടിച്ചോ? അത് ചേട്ടാ, കണ്ടുപിടിച്ചിട്ടില്ല. ഏത് കമ്പനി ഷൂവാ വേണ്ടത്? അങ്ങനെയൊന്നുമില്ല,
ഏതെങ്കിലും മതി. ആ ഞാൻ എടുത്തു തരാം. അയാൾ ഇപ്പോൾ ഷൂ എല്ലാം എടുത്തു വരും. അതന്നെ, എല്ലാം എടുത്ത് വലിച്ചിടിച്ചിട്ട് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ മോശമല്ലേ? എന്ത് മോശം! ഇങ്ങനെ തന്നെ എല്ലാവരും എല്ലാ സാധനവും വലിച്ചിടിപ്പിക്കും, എന്നിട്ട് ഒരു കുന്തം പോലും എടുക്കാണ്ടങ്ങ് ഇറങ്ങിപ്പോകും. എന്നാ പിന്നെ നമ്മൾ ചെയ്യുന്നത് മോശമല്ലേ? അല്ല. എന്നാ നമുക്കും എല്ലാം വലിച്ചിടിപ്പിക്കാം. ഈ ഷൂ ഒന്ന് നോക്ക്. ഇത് നല്ല ഷൂവാ, അഡിഡാസിന്റെ. ദാസന്റെയാ? ഏത് ദാസന്റെ? ദാസന്റെ അല്ല, അഡിഡാസിന്റെ ഷൂ. അടിദാസനാണെങ്കിലും സാരമില്ല, ചവിട്ടുദാസനാണെങ്കിലും സാരമില്ല, അവൻ ഒരൊറ്റ ദാസന്റെയും ചെരുപ്പ് വേണ്ട. നീ മര്യാദക്കുള്ള പുതിയ ചെരുപ്പ് എടുത്തിട്ട് വാ. പൈസയും കൊടുത്തിട്ട് ദാസന്റെ ചെരുപ്പിടേറ്റല്ലോ ഇപ്പൊ. എന്താടാ എന്തിനാ ദാസന്റെ ചെരുപ്പ് എന്നെല്ലാം പറഞ്ഞത്? പിന്നെ പറയാണ്ട് പൈസയും കൊടുത്തിട്ട് ഏതോ ഒരു ദാസന്റെ ചെരുപ്പ് വാങ്ങണാ? നമ്മളെ വീട്ടിന്റെ അപ്പുറമുള്ള കുമാരന്റെ ചെരുപ്പ് എടുത്തോ നീ, അത്രക്ക് നിർബന്ധമാണെങ്കിൽ. അല്ലാണ്ട് പൈസയും കൊടുത്തിട്ട് ഏതോ ഒരു ദാസന്റെ ചെരുപ്പ് വാങ്ങിയിട്ടിപ്പോ. എന്റെ ഏന്റി, അത് ദാസന്റെ ചെരുപ്പൊന്നുമല്ല, അതൊരു കമ്പനിയുടെ പേരാണ്, അഡിഡാസ്. ആ അഡിഡാസിന്റെ ഷൂ ആണ് അവർ ഇപ്പോൾ നമുക്ക് കാണിച്ചു തന്നത്. അങ്ങനെയു ഞാൻ വിചാരിച്ച ഏതോ ഒരു ദാസന്റെ പഴയ ഷൂ എടുത്തിട്ട് അവൻ വന്നതാണെന്ന്. എന്നാൽ ഇതൊന്ന് നോക്കിയോക്ക്. ആയ്, നല്ല റോസ് ഷൂ. റോസ് അല്ല, ചുവപ്പ്. നല്ല കളർ. അത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? പക്ഷെ പറഞ്ഞിട്ടെന്താടാ, നമുക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ. ഇത് വാങ്ങുന്നോ? ഇത് പ്യൂമേന്റെ ഷൂവാ. ഊമേന്റെയാ? ഊമേന്റെ അല്ല, പ്യൂമേന്റെ. അതേ തരുമയാ? ഓ എന്റെ കുഞ്ഞാവിത്ത, അതൊരു ഊമേന്റെ മൂങ്ങേന്റെ എരുമേന്റെ ഒന്നല്ല, പ്യൂമേന്റെയാ. പ്യൂമ എന്നുള്ളത് കമ്പനി പേരാണ്. ഓ, അപ്പോൾ ഇതും ദാസന്റെ പേര് പോലെ തന്നെ ഒരു കമ്പനി പേരാണോ? ഡാ, അയാളോടത് വേണ്ടെന്ന് പറ. അയാളത് അതും പിടിച്ച് കുന്തം നിൽക്കും പോലെ നിൽക്കുന്നു. ചേട്ടാ, ഞങ്ങൾക്കത് വേണ്ട, അത് ഇഷ്ടപ്പെട്ടില്ല. ആ, എന്നാൽ ഞാൻ വേറെ മോഡൽ കാണിച്ചു തരാം. ഡാ, അയാൾ ഓരോരു പുതിയ ഷൂവും എടുത്തു വരുന്ന. അയാൾ നമ്മളെ വിടുന്ന ഒരു കോലവുമില്ല. എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. നമുക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിയാലോ? ആ, അങ്ങനെ പറയാം. അയാൾ വരട്ടെ. ഇനി ഇതൊന്ന് നോക്ക്. ഇതെന്തുന്നാ, പച്ചത്തത്തയാ? പച്ചത്തത്തയല്ല, ഇതാണ് നൈക്കിന്റെ ഷൂ. നൈക്കിന്റെയാ? അല്ല, ഇവിടെ സ്വന്തമായിട്ട് ഒരു ഷൂ ഇല്ലേ? ഇതെല്ലാം ഓരോരോ കമ്പനി ഷൂ ആണ്. ചേട്ടാ, ഞങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഒന്നും ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ല, എന്നാൽ ഞങ്ങൾ പോകട്ടെ. ഹേയ്, പോകല്ല, ഞാൻ വേറെ മോഡൽ കാണിച്ചു തരാം. ഇയാൾ വിടൂലെന്നാ തോന്നുന്നത്. വേണ്ട ചേട്ടാ, ഞങ്ങൾക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. സമാധാനമായി. പെൺകുട്ടികൾക്ക് പറ്റിയ നല്ല ചെരുപ്പുകളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. എന്നാൽ അതിങ്ങ് കാണിക്ക്. ഒരിയാനെല്ലാം കഴിഞ്ഞെന്ന് വിചാരിച്ചത് പിന്നെയും തുടങ്ങിയാ? ചെരുപ്പ് ചെരുപ്പ് ഇടാൻ തന്നെ. ഇതാ, ഇതൊന്നിട്ട് നോക്ക്. നീ ചെരുപ്പ് എടുക്കാനല്ലേ പോയത്? എന്നിട്ടെന്താ മുട്ടിയും എടുത്തു വന്നക്ക്? ഇത് മുട്ടിയല്ല, ചെരുപ്പാണ്, ഹീലുള്ള ചെരുപ്പ്. നീ പറഞ്ഞ പോലെ തന്നെ എല്ലുള്ള ചെരുപ്പ്. എല്ലെല്ലിങ് പുറത്തുണ്ട്. എല്ലുള്ള ചെരുപ്പ് എന്നല്ല ഞാൻ പറഞ്ഞത്, ഹീലുള്ള ചെരുപ്പ് എന്നാ. ദാ, ഈ കാണുന്ന കൂർത്ത ഭാഗത്തിനെയാണ് ഹീല് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ചെരുപ്പിനെ ഹീലുള്ള ചെരുപ്പ് എന്ന് പറഞ്ഞത്. അല്ല, ഈ ചെരുപ്പ് കാലിൽ ഇടാൻ തന്നെയല്ലേ ഉപയോഗിക്കുന്നത്? അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, കാണുമ്പോൾ കണ്ടം കിളക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനം പോലെയുണ്ട്. ചേട്ടാ, ആ ചെരുപ്പൊന്ന് തരുവോ? ഞാൻ ഇട്ട് നോക്കട്ടെ. വേറെ മോഡലുമുണ്ട്, ഞാൻ കൊണ്ടുവരാം. ഇതെനിക്ക് വലുതാ. എന്നാ നീ ഒന്ന് മാറി നിന്നേ, ഞാൻ ഇട്ട് നോക്കട്ടെ. ഓരോരോ മോഡൽ ചെരുപ്പേ. കുഞ്ഞാമിത്ത, എന്താ കുഞ്ഞാമിത്ത, നല്ല വേദനയുണ്ടോ? എന്റെ കാൽമക്കാരി നിന്നാ പിന്നെ വേദനിക്കൂല, പോത്തെ. അങ്ങോട്ട് മാറി നിക്ക്. സോറി കുഞ്ഞാമിത്ത, ഞാൻ കൈപിടിക്കണ? വേണ്ട, നീ ഒന്ന് മാറി തന്നാൽ മതി. ആ ചെറുക്കൻ ഇപ്പോൾ വേറെ ചെരുപ്പെടുത്തിട്ട് വരും. അവൻ വരും മുന്നേ എഴുന്നേൽക്കട്ടെ, അവൻ കണ്ടാൽ നാണക്കേടാ. വേറെ ആരും കണ്ടിക്കില്ലല്ലോ? ഇല്ല, ഞങ്ങളും പിന്നെ ഈ ഷോപ്പിലുള്ള 4 കോണിലുള്ള ക്യാമറയും അല്ലാതെ വേറെ ആരും കണ്ടിക്കില്ല. ക്യാമറയാ? ഇതൊന്ന് നോക്ക് നിങ്ങൾ. ഇത് പുതിയ മോഡലാണ്. ഇതും അതുപോലെ തന്നെയുള്ള ഒരു കുന്താന്നല്ലോ. അല്ല, ഇവിടെ ഹിപ്പോപ്പൊട്ടാമസിനെ പോലെയുള്ള കൊമ്പും പല്ലുള്ള ചെരുപ്പുകളുള്ളൂ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഇടുന്നത്. എന്നിട്ട് എണക്കിടാൻ പറ്റുന്നില്ലല്ലോ. അത് നിങ്ങൾ ഇപ്പോൾ ഉള്ള പെൺകുട്ടിയാ?
വയസ്സായിട്ട് കുഴിയിൽ കാല് കുത്താനായിക്ക് അന്നേരല്ലേ ഈ ഹീലിട്ട് നടക്കുന്നത്. നിങ്ങളോട് ഞാൻ ഈ ചെരുപ്പിടാൻ പറഞ്ഞിക്കോ? കുറെ സമയമായി ഞാൻ കാണുന്നു കിരി 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 എന്ന് പറയുന്നത്. ഈ ചെരുപ്പ് ഞാൻ എടുത്തു വന്നത് നിങ്ങൾക്ക് ഇടാൻ തരാനല്ല, ഇതിനെ കൊണ്ടൊരു ഏറ് തരാനാ. ഓടിക്കവല്ലെണ്ണ. സുലൈമാനെ, അങ്ങോട്ടല്ലട വഴി, ഇങ്ങോട്ടാ. ചേട്ടാ, അതെന്നെ ഇപ്പൊ അങ്ങോട്ടേക്ക് പോയത്? അതൊരു ഭൂകമ്പം. ഓ, ഞാൻ വിചാരിച്ച എന്റെ കൂടെ ഉള്ളവരാണെന്ന്. ഓഹോ, അപ്പോൾ ആ പെണ്ണുങ്ങളും കൂട്ടുകാരും നിന്റെ കൂടെ ഉള്ളതാണോ? അതെ, എന്റെ കൂടെ ഉള്ളതാ. ഓഹോ, എന്നാൽ നീ ഇത് പിടിച്ചോ. എന്ത്? ഇതന്നെ.